വെൽക്കം ബാക്ക്. അപ്പം എന്താണ് പറഞ്ഞ പോലെ തന്നെ ആട് 3 കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഷോക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ഭാഗ പറയുന്നത് അടിപൊളി കാലക്ക് തീമൃത്തങ്ങ് വെച്ചിട്ടുണ്ട് പടം. അതൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പടം ഇറങ്ങുന്നതിന് 2-3 ദിവസം വരെ ഒടുക്കത്തെ ഹൈപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആ 2-3 ദിവസം കറക്റ്റ് പറയുകയാണെങ്കിൽ മിന്നാന്ന് മൊത്തം ഞാൻ എന്താക്കി 0 ഹൈപ്പ്. ഞങ്ങളൊരു 10% ഹൈപ്പ്, ബാക്കിയൊക്കെ ഹോപ്പിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും പാട്ട് കൊണ്ട് മിഡാവുക അല്ലെങ്കിൽ എന്താണ് ഒരു ബിലോ അവറേജ് ആയി മാറുകയാണെങ്കിൽ എനിക്കതൊരു വലിയ നിരാശയായിരിക്കും. ആ നിരാശ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കിയിട്ടുണ്ടായിരുന്നത് ഹൈപ്പൊക്കെ കുറച്ച് വേറൊരു ഹോപ്പിൽ പോയത്. പക്ഷേ ഇറ്റ് വാസ് വെർത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വെർത്താണ് പടം. ആട് ഫസ്റ്റും സെക്കൻഡും ആയിക്കോട്ടെ, അതൊന്നും ഈ പടമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ടോട്ടലി മാറി, ടോട്ടലി ഡിഫറൻ്റ് ആണ് സാധനം ടോട്ടലി ഡിഫറൻ്റ് ആണ്. 2 ഭാഗം വെച്ച് പോയി കഴിഞ്ഞാൽ ഇതൊരു ടോട്ടലി ഡിഫറൻറ്റ് വണ്ണാണ്. പുതിയൊരു ഫാൻറ്റസി എലമെൻറ്റ് ആഡ് ആക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു വേറൊരു ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ ഒരു വെറൈറ്റി അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാം. എന്നാലും അത് ഒരു കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കിടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു നൈസ് വണ്ണായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡീസൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് പറയാനാണെങ്കിൽ ലിറ്ററലി തൂക്കി ക്ലൈമാക്സിൽ ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പടത്തിൽ. അത് ഇനി എന്താണ് പാർട്ട് 4 പാർട്ട് 2 വേണ്ടി ഒടുക്കത്തെ വെയിറ്റിംഗ് ആണ്. പാർട്ട് 2 വേണ്ടി ഒടുക്കത്തെ വെയിറ്റിംഗ് ആണ്. എന്നാൽ ഈ പറഞ്ഞൊരു എൻഡിങ് ഇല്ല. അതായത് ഈ ഒരു ആട് 3 ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ഒരു എൻഡിങ് ഇല്ല. അതൊരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തി വെച്ചതാണ് ആ പടം. അതിന് സെക്കൻഡ് പാർട്ട് വന്നിട്ടാകുമ്പോഴേ അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആവൂലൂ. ചില ആൾക്കാർക്ക് ഇത് കണക്ട് ആവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്താണ് അവർക്ക് എന്നാലും അത്യാവശ്യം ഒരു ആവറേജ് എക്സ്പീരിയൻസും കിട്ടും. ആ ഒരു വേൾഡിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ രസമാണ്, അടിപൊളിയാണ്. സത്യം പറയാനാണെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫിൽ നോക്കി കഴിഞ്ഞാൽ ഷാജി ബാബിൻ്റെ ആ ടീംസിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇൻട്രോസൊക്കെ അടിപൊളിയാണെങ്കിലും ലിറ്ററലി ഇൻട്രോ കൊണ്ട് തൂക്കിയത് ഓൺലി സാത്താൻ സേവിയർ. തിയേറ്ററിലൊരു 1.5 ബഹളായിരുന്നു സാത്താൻ്റെ എൻട്രിക്ക്. ഷാജി ബാബിനെ കാട്ടി കൂടുതൽ കൈയിടിയിട്ടുണ്ടായിരുന്നു സാത്താൻ സേവിയർ ഇൻട്രോ കാണാം. ഒരു മാസീവ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ മാസീവ് ഇൻട്രോ. സണ്ണിവി എന്ന് പറയുന്നത് അന്യായ കാലിബറിലെ നടനാണ്. അന്യായ കാലിബർ പറഞ്ഞാൽ പുള്ളിക്ക് എന്ന് പറയുന്നത് നല്ലൊരു പടം കൊടുത്താൽ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റർടൈനർ ആണെങ്കിൽ പുള്ളി കഴിഞ്ഞാടും. പുള്ളീനെ പറഞ്ഞാൽ മലയാള സിനിമ ഇപ്പോൾ വേണ്ട വിധത്തിലും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പുള്ളിക്കൊരു സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുക്കുന്നില്ല. അന്മിൻ്റെ ഹെൽപ്പിലാണൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ ആ ഒരു അഭിനയം എത്രത്തോളം ഉണ്ട്. അതുപോലെ പിന്നെ പുള്ളിയുടെ പ്രശ്നം എന്ന് പറയുന്നത് സൈഡ് റോളിലേക്ക് പോയി, അതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം. പക്ഷെ പുള്ളിക്ക് അതിനിടയിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കിടിയൻ കഥാപാത്രം എന്ന് പറയുന്നത് അവിടെ ലോകയിൽ കത്തനാറായിട്ടൊരു വേഷം. അത്തപോലെ ഇല്ലെങ്കിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സാത്താൻ സീരിയൽ എന്ന് പറയുന്ന കഥാപാത്രം 1-ലായിക്കോട്ടെ 2-ലായിക്കോട്ടെ ഇപ്പോൾ 3-ലായിക്കോട്ടെ ഫുള്ളങ്ങ് കത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ആ ഒരു ഇൻട്രോ അതിൻ്റെ ഒരു പരിപാടിയുണ്ട്, ഒരു ക്ലീഷേ ബ്രേക്കിംഗ് പരിപാടി തന്നെയായിരുന്നു അത്. പിന്നെ പറയുകയാണെങ്കിൽ ഡ്യൂഡിൻ്റെ എൻട്രി, ഡ്യൂഡിൻ്റെ ഒരു ഒറിജിനൽ ഉണ്ട്, റീ എൻട്രി എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് ഹാഫിലാണ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അത് കത്തിച്ച സാധനം, കത്തിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ കത്തി. അതുപോലെ തന്നെ ഷാജി ഏട്ടൻ്റെ സെക്കൻഡ് ഇൻട്രോ ഉണ്ടായിരുന്നു. അതിനെ അധികം പറയാൻ സ്പോയിലർ ആക്കുന്നില്ല, അതൊരു 1.5 പൊളിയാണ്. അതുപോലെ ആട് 1-ലുണ്ടായിരുന്ന ഒരാളുണ്ട്, ചങ്ങായി 2-ൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ 3-ൽ വന്നിട്ടുണ്ട്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു. അതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ സ്പോയിലർ ആകുന്നില്ല. എന്നാണ് മൊത്തത്തിൽ ഓവറോൾ പറയാനാണെങ്കിൽ ഞാൻ 10 ഒരു 9 തന്നെ കൊടുക്കും. അങ്ങ് ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻസിനൊക്കെ അത്യാവശ്യം പോരായ്മകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു പടത്തിൻ്റെ ആ ഒരു ഹൈ കാരണം അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കൂല. മ്യൂസിക് എല്ലാം പറയാനാണെങ്കിൽ ആ നൈസാണ്. സോങ്ങൊക്കെ അടിപൊളിയായിരുന്നു. സോങ് അങ്ങനെ വലിയ സോങ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഷാനിൻ്റെ ആ ഒരു ആട് 2-ലുണ്ടായിരുന്ന ആ ഒരു പരിപാടീസൊക്കെ റിമിക്സ് ചെയ്തിട്ട് കുറച്ച് ബീറ്റ് കയറ്റി അങ്ങനെയൊക്കെ വെച്ചതാണ്. അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോൺ വിൻസെന്റിൻ്റെ പുതിയ മ്യൂസിക് അടിപൊളിയായിരുന്നു. അതുപോലെ ഡിഒപിക്ക് എടുത്ത് പറയേണ്ട അഖിൽ ജോർജ് നല്ല കിഡുമായിട്ട് ഡിഒപി ചെയ്തിട്ടില്ല. ഒരു മലയാള സിനിമ ഇപ്പോൾ കയറി അങ്ങ് എത്താൻ വേണ്ടി പോവുകയാണെന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. അതിലെ ഒരു ലേറ്റസ്റ്റ് എൻട്രിയാണ് ഈ ആട് 3. സംഭവം സെക്കൻഡ് ഹാഫ് ഇങ്ങനെയൊന്നും ഉണ്ടാകുന്ന വിചാരിച്ചിട്ടേ ഇല്ല. അവസാനം ക്ലൈമാക്സിലൊക്കെ വിഷ്വൽ എന്നൊക്കെ പറയുന്നത് നല്ല കിഡുവാ. ചില സ്ഥലത്ത് പാളിയിട്ടുണ്ടെങ്കിലും എന്താണ് ഓവറോൾ അടിപൊളിയായിട്ട് വിഷ്വൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ VFX ചെയ്തിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിജിറ്റൽ ടെർബോ മീഡിയ ആണ്. നമ്മുടെ ജിഷ്ണുദേവിൻ്റെ ഡിജിറ്റൽ ടെർബോ മീഡിയ ആണ് പടത്തിൻ്റെ VFX ചെയ്തിട്ടുള്ളത്. കൊട്ടിച്ചിട്ടുണ്ട് VFXും. അതുപോലെ ഞാൻ ബിസിക്കുട്ടൻ സോമൻ്റെ കഥാപാത്രമൊക്കെ അടിപൊളിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്ന് പറയുന്നത് സർബത്ത് ഷമീർ ഒരു രക്ഷയുണ്ട്, നല്ല രസമായിരുന്നു. അങ്ങനെയാണ് പുള്ളി മുമ്പത്തെ സിനിമകളിലുണ്ടായത്, അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ സ്ക്രീൻ ടൈം ഇച്ചിരി കുറവാണ് പുള്ളി. ഇതിലെന്ന് പറയുന്നത് 2 ഭാഗങ്ങളിൽ അപേക്ഷിച്ച് സാത്താന് കുറച്ച് സ്ക്രീൻ ടൈം കൂടുതലാണ്, പക്ഷേ ഷമീറിന് സ്ക്രീൻ ടൈം കുറവാണ്. പിന്നെ ആശാൻ പിന്നെ പറയേണ്ട ആഴ്ചയല്ല, കത്തിച്ചിട്ടുണ്ട്. രുതിര താരം തന്നെയാണ് പുള്ളി. ഹൈ റേഞ്ചിൽ ചെകുവേരാന്നൊക്കെ പറഞ്ഞൊരു സീനുണ്ട്, നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല. ഇത് പരിപാടിയാണ്. അതുപോലെ ഒരു പ്രശസ്തമായ ലൈനിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു മ്യൂസിക് ലൈൻ, ഒരു സോങ്ങിൽ ഒരു ലൈനിനെ പറ്റി പറയുന്നുണ്ട്. പ്രശസ്തമായൊരു സോങ്ങാണ്, അതിലത്തെ ഒരു ചെറിയ ലൈൻ അടിപൊളി അടിപൊളി. പിന്നെ ആ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകൊച്ച് ഏതാണ് ലാറ എന്ന് പറയുന്ന കഥാപാത്രം അത്യാവശ്യം നൈസായിരുന്നു. പുള്ളിക്കാരത്ത് വലിയ ഓവറൊന്നാക്കിയില്ല, എന്നാലൊരു നൈസായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ പാപ്പൻ്റെ അമ്മച്ചി നൈസ് എന്നും. പക്ഷെ ആ ഒരു സ്ഥലത്ത് എന്താണ് കൂടുതൽ റൂൾസിൽ ഉണ്ടായിരുന്നില്ല.
കൂടുതൽ എന്താണ് 2-ലൊക്കെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നെങ്കിലും ഇതിൽ കുറവ്. പക്ഷേ ഉണ്ടായിരുന്നു നമുക്ക് അടിപൊളിയാണ്. ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട്, ലാസ്റ്റ് തള്ളൊരു പരിപാടി ഉണ്ട്, നൈസ് ഡയലോഗാണ്. ശരി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊരു ശരിയായി. കോമഡീസ് ഒക്കെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കോമഡീസ് ഉണ്ട്, പക്ഷെ 1-2 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും അത്യാവശ്യമൊക്കെ ഇവർ പുസ്തകം നോക്കിയിട്ടുണ്ടെങ്കിൽ 1-2 വർക്കായിരുന്നില്ല. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അത്ര 2-1 വർക്കാവുന്നുണ്ടല്ലോ. ബാക്കിയൊക്കെ നല്ല രീതിയിൽ ചിരിച്ചർമ്മയിച്ച് കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഡ്യൂഡിൻ്റെയും അബുവിൻ്റെ ഒരു സീനുണ്ട്, അതൊക്കെ ചിരിച്ച് ചത്തിന് അമ്മാതിരി പരിപാടി. ഇനി ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങ് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്താൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന വലിയ പരിപാടി സ്പോയിലർ റിവ്യൂ ആയിട്ട് വരാം. സ്പോയിലർ റിവ്യൂ മീൻസ് കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയാനുണ്ട് പടത്തിനെ പറ്റിയിട്ട്, കുറച്ച് കണക്ഷൻസും അതുപോലെ ചിലർക്ക് മനസ്സിലാകാതെ പോലെ ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത്രേ ഉള്ളൂ പടത്തിനെ പറ്റി പറയാം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയാം. പടം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 10-9. അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അടുത്തൊരു അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ നോക്കുക. അതുപോലെ ദുരന്തർ മൂവി കാണുന്നുണ്ട്, കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ കൂടി ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളെന്താകും ദുരന്തറും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഒരു സിന്ന ബ്രേക്ക്.